സൂചന മാത്രം ജനസൂചന മാത്രം കണ്ടു പഠിച്ചില്ലെങ്കിൽ ചതിക്കും കട്ടായോ തല്ലും കട്ടായോ യോഗം ചിന്താവാം യൂണിയൻ ചിന്താവാം നേതാവേ പള്ളി നേതാവ് നയിച്ചോളൂ ഇവിടെ കാണട്ടെ ലക്ഷം പിന്നാലെ യോഗം സിന്ദാബാദ് ആരാടാ യൂത്ത് ലീഗ് പോരിന് വാടാ
ഊത്തിലേക്ക്
അറിയാമോ ഡോക്ടർ പത്മകുമാർ രാജ ഡോക്ടർ പത്മകുമാർ രാജ കെ മാനവനയ്യപ്പൻ അടുത്തുയർത്തിയ പ്രസ്ഥാനം ശ്രീവിയോഗം സിന്ദാബാദ് ശ്രീവിയോഗം സിന്ദാബാദ് പാറട്ടെ 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 ഈദപതാക പാറട്ടെ ഈദപതാക പാറട്ടെ ശ്രീവിയോഗം സിന്ദാബാദ് യൂത്ത് മൂവ്മെന്റ് സിന്ദാബാദ് ശ്രീവിയോഗം സിന്ദാബാദ് പള്ളി സിന്ദാബാദ് നേതാവേ പള്ളി നേതാവേ ഇവരോടെ നയിച്ചോളൂ ശ്രീവിയോഗം സിന്ദാബാദ് യൂണിയൻ സിന്ദാബാദ് യൂത്ത് മൂവ്മെന്റ് സിന്ദാബാദ് വിയോഗം സിന്ദാബാദ് വിയോഗം സിന്ദാബാദ് പള്ളി നേതാവേ പള്ളി നേതാവേ ധീരതയോടെ നയിച്ചോളൂ ലക്ഷം ലക്ഷം പിന്നാലെ വിയോഗം സിന്ദാബാദ് വാടാ വാടാ പോരിന് വാടാ 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 പോരിന് വാടാ ഏതവനാടാ യൂത്ത് ലീഗ് ഏതവനാടാ യൂത്ത് ലീഗ് ഏതവനാടാ യൂത്ത് കോൺഗ്രസ് വാടാ വാടാ പോരിന് വാടാ അതിന്റെ വിയോഗം സിന്ദാബാദ് മൂവ്മെന്റ് കോട്ടയം SNDP യൂത്ത് മൂവ്മെന്റ് നേതൃത്വത്തിൽ ഇന്നലകളിൽ കഴിഞ്ഞ ദിവസം SNDP യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് വർഗീയ രീതിയിൽ ഒരു ചാനൽ സംസാരിക്കുകയും അതിനെ ചുവട് പിടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറിയെ കരിയോയിൽ ഒഴിക്കണമെന്ന് ആഹ്വാനം ചെയ്തതിനെതിരെ കോട്ടയം SNDP യൂത്ത് മൂവ്മെന്റ് നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ചും സമ്മേളനവുമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ആ സമ്മേളനത്തിന് ആമുഖമായി സംസാരിക്കുന്നതിന് വേണ്ടി SNDP യോഗം യൂത്ത് മൂവ്മെന്റിന്റെ സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ സജീഷ് മണൽ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ആരാധീയരായിട്ടുള്ള യൂണിയന്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട സംഘടനാ സ്നേഹികളെ, ജനാധിപത്യ വിശ്വാസികളെ, SNDP യോഗം എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം കേരളത്തിന്റെ സർഗഭൂമിയിൽ ഉയർത്തിയത് സമരത്തിന്റെ ചരിത്രമാണ്. ആ സമര സംഘടനയെ ഇന്നലകളിൽ നയിച്ച മഹാരഥന്മാരായ മഹാനായ ഡോക്ടർ പൽപ്പുവിലും കുമാരനാശാലിനും ആരംഭിക്കുന്നത് പോരാട്ടത്തിന്റെ സമരവീര്യത്തിന്റെ ചരിത്രമാണ്. ആ പോരാട്ടത്തിന്റെ സമരവീര്യത്തിന്റെ ചരിത്രം ഇന്ത്യ മഹാരാജ്യം മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചത് ഇന്നലെയുടെ ചരിത്രമായിരുന്നു. ആ ചരിത്രത്തിൽ നിന്ന് നിറശോഭ പകർന്നുകൊണ്ടാണ് ആരാധ്യനായ TK മാധവനും മഹാനായ ശങ്കർ സാർ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാർ കേരളത്തിന്റെ മലയാളക്കരയിൽ വിപ്ലവത്തിന്റെ ശുഭനക്ഷത്രങ്ങളായി മാറിയത് എന്നുള്ളത് ചരിത്രമാണ്. ആ ചരിത്രത്തിന്റെ മഹാരഥവും പേറിക്കൊണ്ടാണ് 30 ആണ്ടുകൾക്ക് മുമ്പ് SNDP യോഗത്തിന്റെ തേര് തെളിക്കുവാൻ SNDP യോഗത്തിന്റെ അജയ്യനായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവர்கள் SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായി കടന്നു വന്നത്. ഈ നിൽക്കുന്ന തിരുനക്കരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 1388 ടൗൺ ബി ശാഖയുടെ ഗുരുപ്രതിമയുടെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി, മന്ദിരം നടത്തുന്നതിന് വേണ്ടിയിട്ട് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ഈ മണ്ണിൽ നിന്ന് ഇവിടെ നിന്ന് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി നടത്തിയ ഒരു വലിയ റാലിയുണ്ട്. മഹാനായ ശാശ്വതികാന്ത സ്വാമിജിയുടെ നേതൃത്വത്തില് ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ നിന്ന് ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് SNDP യോഗത്തിന്റെ ജനനായകനായ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ തേരോട്ടം തുടങ്ങിയ മണ്ണാണ് കോട്ടയത്തിന്റെ അക്ഷരനഗരി എന്ന് പറയുന്നത്. ആ
അക്ഷരനഗരിയില് ഇന്ന് ഞങ്ങൾക്കെല്ലാം ഒത്തുകൂടേണ്ടി വരുന്നത് വളരെ വ്യസനമുള്ള ഒരു കാര്യമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമായി ഈ മണ്ണ് മാറണമെന്ന് മഹാഗുരുവിന്റെ തിരികൽപ്പന ഉണ്ടായപ്പോൾ അതിനെതിരായിട്ടുള്ള വിഘാതങ്ങൾ ഈ രാജ്യത്തുണ്ടായപ്പോഴാണ് SNDP യോഗം എന്നും ഒരു സമര സംഘടനയായി ഗർജിക്കുന്ന മുഖവുമായിട്ട് കേരളത്തിന്റെ മലയാളക്കരയിൽ പോരാട്ടത്തിന്റെ സമരമുഖങ്ങൾ തുടർന്നത്. ആ സമരമുഖമാണ് 3 പതിറ്റാണ്ടുകൾക്ക് പുറത്ത് SNDP യോഗത്തിന്റെ ആരാധ്യനായിട്ടുള്ള ജനറൽ സെക്രട്ടറി നടത്തിയത്. ആ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആ പോരാട്ടത്തിന്റെ മുഖം തുടങ്ങുവാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഈ രാജ്യത്തെ രാഷ്ട്രീയ അധികാരത്തിന്റെ മേഖലയില്, വിദ്യാഭ്യാസത്തിന്റെ മേഖലയില്, ഭൂമി കമ്പുവെക്കുന്ന ഉൾപ്പെടെയുള്ള സമസ്ത മേഖലകളില് ആരുമല്ലാതെ ഒന്നുമല്ലാതെ ഈ രാജ്യത്തെ ഈഴവരാതി പിന്നോക്ക സമുദായങ്ങൾ നിലകൊണ്ടപ്പോ അതിനെതിരായിട്ട് ഗർജിക്കുന്ന സിംഹമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിന്റെ രാഷ്ട്രീയ നഭസിലേക്ക് പൊതുരംഗത്തിലേക്ക് കടന്നു വന്നത്. അന്ന് മുതൽ അദ്ദേഹം നടത്തിയ പോരാട്ടം ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു. ഈ രാജ്യത്തെ അസംഘടിതരായി നിൽക്കുന്ന സമുദായങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് സംഘടിതമായി നിന്നുകൊണ്ട് അധികാരത്തിന്റെ സമസ്ത രംഗങ്ങളും നിറയാടിയിരുന്ന സമൂഹത്തിനെതിരായിട്ട് എന്നും വെള്ളാപ്പള്ളി നടേശൻ ഗർജിച്ചു തന്നെ നിന്നിട്ടുണ്ട്. അന്നെല്ലാം ഈ രാജ്യത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ വെള്ളാപ്പള്ളി നടേശനെ പരിഹരിച്ചു. വെള്ളാപ്പള്ളി നടേശൻ ജാതി പറഞ്ഞു, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, കുമാരനാശാൻ പറഞ്ഞത്, PK മാധവൻ പറഞ്ഞത്, ശങ്കർ സാർ പറഞ്ഞത്, മഹാനായ അയ്യപ്പൻ പറഞ്ഞത്, അയ്യപ്പൻ മാസ്റ്റർ പറഞ്ഞത് തന്നെയാണ് ഞാൻ പിന്തുടരുന്നത്. അങ്ങനെയാണ് കേരളത്തിന്റെ സാമൂഹിക രംഗത്തേക്ക് വെള്ളാപ്പള്ളി എന്ന ശുഭനക്ഷത്രം പെടുന്നു വരുന്നത്. ഈ രാജ്യത്ത് മൈക്രോ ഫിനാൻസ് തുടങ്ങിക്കൊണ്ട് കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഉറങ്ങിക്കിടന്ന ശ്രീനാരായണ സമൂഹത്തെ ഉണർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ അജയ്യ സർഗശക്തിയാക്കി മാറ്റിയ നേതാവിന് ഒരൊറ്റ പേരേ ഉള്ളൂ, അത് വെള്ളാപ്പള്ളി നടേശൻ എന്നാണെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആ വെള്ളാപ്പള്ളി നടേശനെതിരെ നമുക്കറിയാം അഭിനവ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ശ്രീമാൻ ആരാധ്യനായിട്ടുള്ള SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് രാഷ്ട്രീയ അധികാര രംഗത്ത്, സാഹിത്യ രംഗത്ത്, സമസ്ത മേഖലകളിൽ നിലനിൽക്കുന്നത് ഈ അവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോ അതിനെതിരായിട്ട് ഈ രാജ്യത്ത് പോരാട്ടത്തിന്റെ പുതിയ മുഖം ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മുഖം നോക്കാതെ, മറ്റുള്ളവരെ ഒന്നും നോക്കാതെ, ഉള്ള അഭിപ്രായങ്ങൾ ഉള്ളതുപോലെ വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോ എന്താണ് നടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ കാറിൽ കയറാൻ പാടില്ല. ആരാ പറയുന്നത്? ഈ രാജ്യത്തെ സംഘടിതമായ സാമൂഹ്യ ജീവിതത്തില് എല്ലാ അവകാശങ്ങളും അധികാരം നേറിയവര് ഗർജിക്കുന്ന സിംഹമായി, തലയെടുപ്പുള്ള കൊമ്പനായി കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ആർക്കും മുന്നിൽ അജയശക്തിയായിട്ട് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് നിലകൊള്ളുകയാണ്. അപ്പോഴാണ് ചില രാഷ്ട്രീയ ഹിജറകൾ അവരെന്താണ് പറയുന്നത്? ഈ രാജ്യത്ത് സാമൂഹ്യ നീതിയില്ല. നമുക്കറിയാം ഈ കോട്ടയത്തിന്റെ മണ്ണിലൂടെ പണ്ട് ആ ഒരു കാറ് പറന്നു നീങ്ങി ഇവിടുത്തെ സംഘടിത സമുദായം മലപ്പുറത്ത് നിന്ന് ഈ അക്ഷരനഗരിയിലെ ഗാന്ധി പ്രതിമയെ സാക്ഷിയാക്കി ടിവിയിൽ ചെന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ മിസ്റ്റർ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു മന്ത്രിയെ തന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ മന്ത്രിസഭയെ നിലംപരിശാകുമെന്ന്. എന്റെ മാധ്യമ പ്രവർത്തകരെ, എന്റെ ഈ രാജ്യത്തെ മതേതര വിശ്വാസികളെ, ഈ നിമിഷം വരെയും അക്കാര്യത്തെ കുറിച്ച് നിങ്ങൾ പ്രതികരിച്ചില്ല. ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ, ഈ മണ്ണിൽ വെച്ച് നമ്മുടെ എല്ലാം ആരാധനായിട്ടുള്ള മുൻ പ്രസിഡന്റ് PG രാധാകൃഷ്ണന് അദ്ദേഹം മരണപ്പെട്ടപ്പോ ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയക്കാരും ഈ മണ്ണില്, ഈ നിൽക്കുന്ന തിരുനക്കരയുടെ മണ്ണിലേക്ക് വന്ന് മൈതാനിൽ വന്ന് പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ പേരിൽ കോട്ടയത്ത് ഒരു എയ്ഡഡ് കോളേജ് നൽകുമെന്ന് പറഞ്ഞു. പക്ഷേ ഏതാണ്ട് 2 വ്യാഴവട്ടക്കാലം ഈ രാജ്യത്തെ ശ്രീനാരായണ സമൂഹം പോരാട്ടത്തിന്റെ സമരമുഖം ഈ മണ്ണിൽ തുറന്നു. പക്ഷേ നീതി കിട്ടിയില്ല. അവസാനം അതിനു വേണ്ടിയിട്ട് ഒരു മന്ത്രിസഭാ യോഗം കൂടിയപ്പോ ഈ രാജ്യത്തെ സംഘടിതമായ ഒരു സമൂഹം പറഞ്ഞു, ഞമ്മക്ക് മലപ്പുറത്ത് ഒരു കോളേജ് അനുവദിച്ചാല് നിങ്ങൾക്ക് കോട്ടയത്ത് ശ്രീനാരായണ സമൂഹത്തിന്റെ ഒരു കോളേജ് അനുവദിക്കാൻ നമ്മൾ ഒരുക്കമാണെന്ന് പറഞ്ഞു. അവസാനം ഗത്യന്തരമില്ലാതെ അധികാര കസേരയ്ക്ക് അതിലും ഒപ്പിടേണ്ടം വന്നു. ഇതെന്തുകൊണ്ട് ഈ രാഷ്ട്രീയ സമൂഹം ചർച്ച ചെയ്യുന്നില്ല? ഇങ്ങനെയുള്ള സാമൂഹ്യ അസമത്വത്തിനെതിരായിട്ടാണ് SNDP യോഗത്തിന്റെ ഗർജിക്കുന്ന സിംഹമായ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളോട് വിലപേശിക്കൊണ്ട് പറയുന്നത്, എനിക്ക് ആരെയും പേരില്ല, ഞാൻ ഇരട്ടച്ചങ്കനാണ്. എന്നെ നിങ്ങൾ കരിയോയില് അല്ല എന്തോയിൽ ഒഴിച്ചാലും ഞാൻ അവിടെയൊന്നും
പരാജയപ്പെടില്ല. അജയ്യനായ എന്റെ പേര് വെള്ളാപ്പള്ളി നടേശൻ എന്നാണെന്ന് ഉച്ചൈസ്വരം ഘോഷിച്ചുകൊണ്ട് SNDP യോഗത്തിന്റെ അഭിമാനമായി മഞ്ഞക്കൊടിയുടെ കാവൽക്കാരനായിട്ട് സമൂഹത്തിലെ മൂല്യച്യുതിക്കെതിരായിട്ട് പറയുമ്പോ വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട മാധ്യമ ഹിജടകളെ നിങ്ങളോട് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ പിന്നില് അജയ്യമായൊരു ശക്തിയുണ്ട്. 7000-ൽ പരം യൂണിയനുകളുണ്ട്, ലക്ഷോപലക്ഷം വരുന്ന അംഗങ്ങളുണ്ട്. ഈ രാജ്യത്ത് നട്ടലുള്ള യൂത്ത് മൂവ്മെന്റിന്റെ ചുണക്കുട്ടന്മാർ വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കും. ഒരു കാര്യവുമില്ല, ഒരു സംശയവുമില്ല. ഞങ്ങളുടെ ഇതൊരു ചെറിയ സൂചന മാത്രമാണ്. ഈ വളരെ വലിയ വേളയിൽ ഞാൻ അധികമൊന്നും സംസാരിക്കുന്നില്ല. ഇത് യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമര പോരാട്ടത്തിന്റെ ആദ്യ പടി മാത്രമാണ്. ഞങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ ഞങ്ങൾ പറയുന്നു, പണ്ട് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, ബ്രിട്ടീഷുകാരെ കാണുമ്പോ നിങ്ങൾ പറഞ്ഞു നമ്മളെല്ലാം ഒരുമിച്ചൊന്ന് തുപ്പിയാല് ആ തുപ്പലിൽ ഒലിച്ചു പോകാനേ ഉള്ളൂ ബ്രിട്ടീഷുകാരൻ എന്ന് പറഞ്ഞു. ഗുരുദേവൻ എന്ന് പറഞ്ഞു ബ്രിട്ടീഷുകാരനെ കാണുമ്പോ തുപ്പല് വരണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ യൂത്ത് മൂവ്മെന്റുകാര് ഒന്ന് ഒന്നിച്ച് തുപ്പിയാലേതാ യൂത്ത് ലീഗുകാരാ നീ ഒലിച്ചു പോകാനേ ഉള്ളൂ. ഒരു സംശയവും വേണ്ട. ഇതാ പോരാട്ടത്തിന്റെ മുഖം നോക്കിയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കിയിട്ടിരിക്കുന്ന ഈ രാജ്യത്തെ രാഷ്ട്രീയ പുങ്കവന്മാരോട് ഞങ്ങൾ SNDP യോഗക്കാർ പറയുന്നു, വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തില് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ അപ്പോസ്റ്റലന്മാരായി കേരളത്തിന്റെ മണ്ണിലിതാ മഞ്ഞക്കൊടിയും പിടിച്ചുകൊണ്ട് SNDP യോഗക്കാർ ഇതാ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെ നാളെ അധികാര കസേരയിലേക്ക് എത്തിക്കണമെന്ന് ഞങ്ങളുടെ കൂട്ടായ്മ സൃഷ്ടിക്കും. ഒരു യൂത്ത് ലീഗുകാരൻ കിടന്ന് വിളയാടിയിട്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസുകാരാ നിങ്ങളിൽ ഒരാൾ പോലും ഇതിനെതിരായിട്ട് ഈ നിമിഷം വരെ പ്രതികരിക്കാത്തത്? നിങ്ങളുടെ പ്രതികരണ ശേഷി എവിടെ പോയി? അത് പാണക്കലിലേക്ക് പോയോ അതോ പാലയിലേക്ക് പോയോ എന്ന് പറയണം. അതിനപ്പുറത്തേക്ക് വെള്ളാപ്പള്ളിയോടൊപ്പം ഈ രാജ്യമുണ്ട്, ലക്ഷോപലക്ഷം വരുന്ന ഈഴവ സമുദായമുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്തേ. ധർമ്മം ജയിക്കട്ടെ. നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് SNDP യോഗത്തിന്റെ അമരക്കാരൻ കോട്ടയം യൂണിയന്റെ ആരാധ്യനായിട്ടുള്ള കൺവീനർ സുരേഷ് പരമേശ്വരൻ സാറിനെ ഏറെ ആദരവോട് കൂടിയിട്ട് ക്ഷണിക്കുകയാണ്. ഏറെ ബഹുമാനായ സംസ്ഥാന യൂത്ത് മൂവ്മെന്റിന്റെ വൈസ് ചെയർമാൻ ശ്രീ സജീഷ് മല്ലേൽ, കോട്ടയം യൂണിയന്റെ ഏറെ ബഹുമാനായ യൂത്തിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രിയങ്കരായ പ്രവർത്തകര്, ഇന്നത്തെ ഈ യോഗത്തിൽ പിന്തുണച്ചുകൊണ്ട് മേഖലകളിൽ നിന്നും ശാഖകളിൽ നിന്നും ഒക്കെ എത്തിച്ചേർന്നിട്ടുള്ള ഏറെ പ്രിയങ്കരായ ശാഖയുടെ ഭാരവാഹികളെ, പ്രിയങ്കരായ യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തകരെ, ഈ സായം സന്ധ്യയിൽ സംഘടനാപരമായ സവിശേഷതകളൂന്നിയ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നമ്മൾ സമൂഹത്തിലെ ഒരു യൂത്ത് ലീഗിന്റെ ഒന്ന് തുമ്മിയാൽ തെറിച്ചു പോകുന്ന കസേലയിലിരിക്കുന്ന ഒരു പയ്യന്റെ ഒരു മെസ്സേജിനെതിരായി ഇത്തരത്തിൽ ഒരു സൂചന യോഗം കൂടേണ്ടി വരുന്നത് ആദ്യമേ തന്നെ അപലപിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം SNDP യോഗത്തിന്റെ സംഘടനാ ശക്തി എന്തെന്ന് തിരിച്ചറിയാത്ത പീറച്ചെറുക്കന്റെ ആ വാക്കിനൊത്ത് തുള്ളേണ്ട കാര്യം നമുക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു യോഗം ഇവിടെ കൂട്ടിയെന്ന് ചോദിച്ചാൽ, ശിഖണ്ഡിയെ മുന്നിൽ നിന്ന് തേര് തെളിച്ച ആ ഒരു യുദ്ധക്കളത്തിലെ പോലെ ഒരു ശിഖണ്ഡിയായി കോൺഗ്രസുകാർ ഈ യൂത്ത് ലീഗിനെ മുന്നിൽ നിർത്തി കളിപ്പിക്കുകയാണോ എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഒരു വീരച്ചെറുക്കൻ SNDP യോഗത്തിന്റെ സമുന്നതനായ ഞങ്ങളുടെയൊക്കെ അജയ്യ ശക്തിയായി ഞങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന ആ മഹാന്റെ ഒരു രോമത്തിൽ പോലും സ്പർശിക്കുവാൻ ശേഷിയില്ലാത്ത, ആ നാമം പോലും ഉച്ചരിക്കുവാൻ ശേഷിയില്ലാത്ത ഒരു വീറപ്പയ്യൻ കരിയോയിൽ ഒഴിച്ചു കളയുമെന്ന ഒരു വ്യാമോഹമൊക്കെ ഈ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തപ്പോൾ, എടാ വീറച്ചെറുക്ക, നീ ഉമ്മാക്കി കാണിച്ച് പേടിച്ചാലൊന്നും തളരുന്ന പ്രസ്ഥാനമല്ല, തളരുന്നവരല്ല ഇവിടുത്തെ ഈടവരായിട്ടുള്ള യുവജനങ്ങളെന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. ചേകവ വീര്യം ശക്തമായി ഈ നാടിനെയും നഗരത്തെയും വിറപ്പിച്ചുകൊണ്ട് ഭരണചക്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പിടിച്ചടക്കുവാൻ തക്ക തന്റെ ശക്തിയാണ് SNDP യോഗത്തിന്റെ പ്രവർത്തകരെന്ന് വടക്കിരിക്കുന്ന നീ ഒന്ന് തിരിച്ചറിയുന്ന നല്ലതാ. അവൻ നമുക്ക് തണ്ടിയല്ല, അവനോട് പോരാടേണ്ട ആവശ്യം നമുക്കില്ല. ആ പീറപ്പയ്യന്റെ വാക്കുകൾക്ക് മറുപടി കൊടുക്കേണ്ട കാര്യവും നമുക്കില്ല. പക്ഷേ ഈ ഒരു സൂചന കൊടുക്കുന്നത് സമുന്നതരായ നേതാക്കൾക്ക് വേണ്ടിയാണ്.
കോൺഗ്രസ് എന്ന മതേതര പ്രസ്ഥാനത്തിൽ നല്ല നേതാക്കന്മാരുണ്ട്, ഇസ്ലാം നല്ല സഹോദരങ്ങളുണ്ട്. പക്ഷേ SNDP യോഗത്തിന്റെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി സത്യത്തെ തുറന്നു പറയുമ്പോൾ എന്തിനാണ് ഇവർക്ക് കാലാകുന്നത്? അതാണ് തിരിച്ചറിയാത്തത്. SNDP യോഗം എന്ന പ്രസ്ഥാനം എന്തിനു രൂപീകരിക്കപ്പെട്ടെന്ന് ഈ പിറച്ചെറുക്കാൻ അറിയാമോ? SNDP യോഗം സമര പോരാട്ടങ്ങളിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കാനുണ്ടായ പ്രസ്ഥാനമാണ്. ഡോക്ടർ പൽപുവിനെ ജാതീയമായി ആക്ഷേപിച്ചപ്പോൾ, പിന്നീടുണ്ടായ ഓരോ സമര പോരാട്ടങ്ങളും ഇവിടെയുള്ള ഈടവരെ ജാതീയമായി അവഗണിച്ചപ്പോൾ, ആക്ഷേപിച്ചപ്പോൾ അതിൽ നിന്നൊക്കെ സമത്വസുന്ദരമായ തുല്യനീതി ഉറപ്പാക്കുന്ന അവകാശ പോരാട്ടങ്ങളാണ് SNDP യോഗം നടത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് 3 പതിറ്റാണ്ട് പൂർത്തീകരിക്കുന്ന സമാരാധ്യനായ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. മലപ്പുറത്ത് 17 കോളേജുകൾ ഇസ്ലാമുകൾ കൊണ്ടെന്ന് വല്ല പറഞ്ഞത്. എല്ലാ ഗവൺമെന്റുകളും മാറി മാറി ഭരിക്കുമ്പോൾ ഇവിടെ SNDP യോഗത്തിന് എന്താണ് തന്നിട്ടുള്ളത്? SNDP യോഗത്തിൽ ഈഴവരായിട്ടുള്ള മഹാഭൂരിപക്ഷം ജനതയ്ക്ക് തുല്യനീതി നടപ്പിലാക്കണമെന്നാണ് നമ്മൾ ഇവിടെ ആവശ്യപ്പെടുന്നത്. ആ തുല്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആ വാർത്തകളെ വളച്ചൊടിച്ച് ചില വാർത്താ ചാനലുകൾ അത് വളച്ചൊടിച്ച് ജനറൽ സെക്രട്ടറിയെ വർഗീയവാദി എന്ന് ചിത്രീകരിച്ചുകൊണ്ട് അങ്ങ് മാളത്തിൽ ഒളിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് വെറും വ്യാമോഹമാണെന്ന് ഈ മാധ്യമ സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സത്യസന്ധമായ വാർത്തകളെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു മതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് വേണ്ടി ഇവിടെ വർഗീയത കലാപഭൂമിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊന്നും കണ്ട് ഭയക്കുന്നവരല്ല, ചേകവ വീര്യം ഉൾക്കൊണ്ടിട്ടുള്ള ഈ ഈഴവരെന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതൊരു സൂചന മാത്രമാണ്. SNDP യോഗം കോട്ടയം യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഇവിടുത്തെ യൂത്ത് മൂവ്മെന്റിന്റെ ചെറുചെറുക്കുള്ള ആത്മസഹോദരങ്ങൾ ഈ ഒരു സൂചനയായി കാണിക്കുകയാണ്. തലമുതിർന്ന നേതാക്കളോട് പറയാനുള്ളത്, കോൺഗ്രസിന്റെ സമന്നതരായ നേതാക്കളോട് പറയാനുള്ളത്, മക്കളെ നന്നായിട്ട് വളർത്തിയില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമല്ലോ. ഇതുപോലെയുള്ള ചിലപ്പോ ചാവാലിപ്പട്ടികളെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് പോലെ നല്ല രീതിയിൽ വളർത്തിയില്ലെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലുന്ന സമൂഹം അത്തരത്തിൽ ആഞ്ഞടിക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ താഴെത്തട്ടിലുള്ള ഊത്തന്മാരെ നല്ലായിട്ട് വളർത്തി നല്ല മാർഗനിർദ്ദേശം കൊടുത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനുള്ള അവസരം ഉണ്ടാക്കണമെന്നാണ് പറയാനുള്ളത്. ഇത്തരത്തിൽ ഈ 3 ദിവസമായിട്ടും ഈ നേതാക്കൾ മിണ്ടാതെ ഇത് ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവർ വിചാരിക്കുന്നതെങ്കിൽ യൂണിയൻ തലങ്ങളിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ എല്ലാം സ്തംഭിപ്പിച്ചുകൊണ്ട്, കേരളത്തിന്റെ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിച്ചുകൊണ്ട് യോഗതലത്തിൽ ഒന്നാകെ ശക്തമായ പ്രതിഷേധം തീജ്വാലയായി വരുമെന്നത് യാതൊരു സംശയമില്ല. പക്ഷേ ഒരു കാര്യം കൂടി ഇവിടുന്ന് ചെയ്തിട്ടാ പോകുന്നത്, ജനറൽ സെക്രട്ടറിയെ കരിയോയിൽ ഒഴിച്ചാൽ എന്തോ തരുമെന്ന് പറഞ്ഞായിരുന്നു. ചങ്കൂറ്റമുണ്ടെങ്കിൽ പറയുകയാണ്, നീ പറഞ്ഞതിന്റെ നിന്റെ ഉപ്പുപ്പായ വിലയ്ക്ക് മേടിക്കാനുള്ളത് ഞങ്ങൾ തിരിച്ചു തരാം. നിനക്ക് തന്റെ ഇടമുണ്ടോ? ഒരു തുള്ളി വെള്ളം തെളിക്കാൻ നിനക്ക് തന്റെ ഇടമുണ്ടോ? നീ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിന്റെ പോസ്റ്റ് ഇന്നിവിടെ കത്തിക്കുകയാണ്. ഞങ്ങൾ കരിയോയിൽ വെച്ച് നിന്നെ കത്തിക്കുകയാണ്. നിനക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ നോക്കൂ. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയാണ്, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ആവർത്തിച്ചാൽ ഇവിടുത്തെ ഈഴവരാരാണെന്ന് തിരിച്ചറിയും, ചേകപ്പടി എന്താണെന്ന് തിരിച്ചറിയും, ഇവിടുത്തെ മഞ്ഞപ്പട എന്താണെന്ന് തിരിച്ചറിയും. ശക്തമായ പോരാട്ടങ്ങളുടെ വീര്യമുള്ള മക്കൾ ഈ സമൂഹത്തിൽ അനീതി ഉണ്ടായാൽ അതിനെതിരെ ധാർമ്മികമായ പോരാട്ടം നടത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഈ യോഗം
യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജയ് ജയ് SNDP യോഗം, ജയ് ജയ് SNDP യോഗം, ജയ് ജയ് SNDP യോഗം. വെള്ളപ്പള്ളി നേതാവേ, വെള്ളപ്പള്ളി നേതാവേ, ധീരനേട് വഹിച്ചോളൂ, ധീരനേട് വഹിച്ചോളൂ. ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷം ലക്ഷം പിന്നാലെ. ജയ് ജയ് SNDP യോഗം, ജയ് ജയ് SNDP യോഗം. കത്തട്ടെ, അങ്ങനെ കത്തട്ടെ, ഊത്തന്മാർ കത്തട്ടെ, ഊത്തന്മാർ കത്തട്ടെ. സൂചന മാത്രം, സൂചന മാത്രം, ഊത്തന്മാരുടെ സൂചന മാത്രം. ഊത്തന്മാരെ, ഊത്തന്മാരെ, ഓർത്ത് കളിച്ചോ, സൂക്ഷിച്ചോ. ഊത്തന്മാരെ, ഊത്തന്മാരെ, ഓർത്ത് കളിച്ചോ, സൂക്ഷിച്ചോ. ഓർത്ത് കളിച്ചോ, സൂക്ഷിച്ചോ. സൂചന മാത്രം, സൂചന മാത്രം, സൂചന മാത്രം, സൂചന മാത്രം. ആരിത് പറയുന്നറിയാമോ? വെള്ളാപ്പള്ളിയുടെ പിള്ളേരാണ്, വെള്ളാപ്പള്ളിയുടെ പിള്ളേരാണ്, യൂത്ത് മോഹന്റെ പിള്ളേരാണ്, വെള്ളാപ്പള്ളിയുടെ പിള്ളേരാണ്, യൂത്ത് മൂവ്മെന്റ് പിള്ളേരാണ്. വോട്ട് കളിച്ച ഊത്തന്മാര് കത്തട്ടെ, കത്തട്ടെ, കത്തി കത്തി തീരട്ടെ. ഊത്തന്മാരെ, ഊത്തന്മാരെ, വെള്ളാപ്പള്ളിയോട് കളിച്ചെന്നാൽ വോട്ട് കളിച്ചോ, സൂക്ഷിച്ചോ. വോട്ട് കളിച്ചോ, സൂക്ഷിച്ചോ. സൂചന, സൂചന, സൂചന മാത്രം, സൂചന, സൂചന, സൂചന മാത്രം. സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, രൂപം മാറും, ഭാവം മാറും. ആരിത് പറയുന്നറിയാമോ? വെള്ളാപ്പള്ളിയുടെ പിള്ളേരാണ്, യൂത്ത് മൂവ്മെന്റ് പിള്ളേരാണ്. SNDP യോഗം സിന്ദാബാദ്, യൂത്ത് മൂവ്മെന്റ് സിന്ദാബാദ്, കോട്ടയം യൂണിയൻ സിന്ദാബാദ്, യൂത്ത് മൂവ്മെന്റ് സിന്ദാബാദ്. കട്ടത്തെ, കട്ടത്തെ, വർഗീയവാദികൾ കത്തട്ടെ, വർഗീയവാദികൾ കത്തട്ടെ. സൂചന, സൂചന, സൂചന മാത്രം, സൂചന, സൂചന, സൂചന മാത്രം. സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, കേരളമാകെ രൂപം മാറും. രാഷ്ട്രീയക്കാരെ സൂക്ഷിച്ചു, മതേതരത്തിന്റെ പൊയ്മുഖമായി, മതേതര പൊയ്മുഖമായി. വെള്ളാപ്പള്ളി മുമ്പിൽ വന്നാൽ കാപട്യത്തെ വലിച്ചു കീറും. നട്ടല്ലുള്ളൊരു നേതാവ്, അജയ്യനായൊരു നേതാവ്, വെള്ളാപ്പള്ളി നേതാവ്. SNDP യോഗം സിന്ദാബാദ്, യൂത്ത് മൂവ്മെന്റ് സിന്ദാബാദ്. ഊതി ഊതി കനലായി, ഊതി ഊതി കനലായി, ജ്വാലയായി തെളിച്ചു ഞങ്ങൾ. പോരാട്ടത്തിൻ നവവീതിയുമായി ഞങ്ങളിതാ കടന്നു വരുന്നു. SNDP യോഗം യൂത്ത് മൂവ്മെന്റ്, SNDP യോഗം യൂത്ത് മൂവ്മെന്റ്. കോട്ടയം യൂണിയൻ സിന്ദാബാദ്, വെള്ളാപ്പള്ളി സിന്ദാബാദ്. അജയ്യനായൊരു നേതാവ്, നട്ടല്ലുള്ളൊരു നേതാവ്, അഭിമാനത്തിൻ നേതാവ്. ആയിരം ആയിരം പറയുന്നു, ലക്ഷോപലക്ഷം പറയുന്നു. SNDP യോഗം സിന്ദാബാദ്, വെള്ളാപ്പള്ളി സിന്ദാബാദ്, വെള്ളാപ്പള്ളി സിന്ദാബാദ്. കത്തട്ടെ, എങ്ങനെ കത്തട്ടെ, വർഗീയത കത്തട്ടെ, കത്തി കത്തി നശിക്കട്ടെ, കത്തി കത്തി നശിക്കട്ടെ.
ജനാധിപത്യം നിലക്ക് മതാധിപത്യം തുലയട്ടെ, പണാധിപത്യം തുലയട്ടെ, മതാധിപത്യം തുലയട്ടെ, വർഗീയതയോ തുലയട്ടെ, മതാധിപത്യം തുലയട്ടെ, ജനാധിപത്യം വിജയിക്കട്ടെ, വെള്ളാപ്പള്ളി വിജയിക്കട്ടെ, അജയ്യനായ ഒരു നേതാവ് ഈഴവസിംഹം വെള്ളാപ്പള്ളി, ഈഴവസിംഹം വെള്ളാപ്പള്ളി ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ. യുവലക്ഷങ്ങൾ പിന്നാലെ, യുവലക്ഷങ്ങൾ പിന്നാലെ. ഇന്നിവിടെ നടന്ന ഈ വലിയ സമരത്തിന് യൂത്ത് മൂവ്മെന്റിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി യൂത്ത് മൂവ്മെന്റിന്റെ കേന്ദ്ര സമിതി അംഗം ശ്രീമാൻ നിമിഷ അവറുകളെ ക്ഷണിക്കുന്നു. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. SNDP യോഗം കോട്ടയം യൂണിയന്റെ സമാരാധനായ കൺവീനർ ഏറെ ബഹുമാനായ സുരേഷ് പരമേശ്വരൻ അവരുടെ, യൂത്ത് മൂവ്മെന്റ് കോട്ടയം യൂണിയൻ സമിതിയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി, കൗൺസിൽ അംഗങ്ങൾ, മറ്റ് മേഖലാ ഭാരവാഹികൾ, വനാസംഘത്തിൻ്റെയും മറ്റ് പ്രതിനിധികളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ സമ്മേളനമാണിത്. പക്ഷേ SNDP യോഗം യൂത്ത് മൂവ്മെന്റിന്റെ ആ ഒരു വലിയ സമര വീര്യം ഒട്ടും കെടാതെ തന്നെ സ്വതന്ത്ര ഇന്ത്യ രൂപീകരിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ വൈസ്രോയിയായിരുന്ന കേഴ്സൺ പ്രഭുവിന്റെ മുൻപിൽ കസേര വലിച്ചിട്ട് സംസാരിക്കുവാൻ ധൈര്യം കാണിച്ച ഡോക്ടർ പൽപുവിന്റെ ആ ഒരു പാരമ്പര്യം, ദിവാൻ രാഘവയ്യയുടെ മുറിയിലേക്ക് കയറി ചെന്ന് ഞങ്ങളെന്താ തിരുവിതാംകൂർ വിട്ടു പോകണമോ എന്ന് മുഖത്ത് നോക്കി ചോദിക്കാൻ ധൈര്യം കാണിച്ച TK മാധവന്റെ ആ ഒരു പാരമ്പര്യമുള്ള, ഒരിക്കൽ തിരുവിതാംകൂർ ഗവൺമെന്റ് SNDP യോഗത്തെ ലിക്വിഡേറ്റ് ചെയ്യണമെന്നൊരു പ്രമേയം കൊണ്ടുവന്നപ്പോൾ തല വെട്ടിക്കളയുവാൻ അധികാരമുള്ള തിരുവിതാംകൂർ രാജകുടുംബം ചുമ്മാ മുടി വെട്ടുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കരുതെന്ന് തിരിച്ചു പ്രസംഗിച്ച സഹോദരൻ അയ്യപ്പന്റെ പാരമ്പര്യമുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് SNDP യോഗത്തിന്റെ യുവജന വിഭാഗം. ആ യുവജന വിഭാഗം സംഘടിപ്പിച്ച ഈ ഒരു പ്രതിഷേധ യോഗം വളരെ വിജയകരമായ രീതിയിൽ ഇവിടെ സംഘടിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ബഹുമാനായ യോഗം ജനറൽ സെക്രട്ടറിക്കുള്ള ഐക്യദാർഢ്യം ഇവിടെ കൃത്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സമ്മേളനത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട്, ഏതാണ്ട് 12 മണിക്കൂറുകൾ കൊണ്ട് മാത്രം സംഘടിപ്പിക്കപ്പെട്ട ഈ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുവാനും കോർഡിനേറ്റ് ചെയ്യുവാനും എല്ലാ നേതൃത്വവും നൽകിയ SNDP യോഗം കോട്ടയം യൂണിയന്റെ സമാരാധനായ കൺവീനർ ബഹുമാനപ്പെട്ട സുരേഷ് പരമേശ്വരൻ അവർക്ക് യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സമിതിക്ക് വേണ്ടിയുള്ള കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. എല്ലാ മാർഗനിർദ്ദേശങ്ങളും തന്നുകൊണ്ട് കൃത്യമായി ഈ പ്രകടനത്തെ തന്നെ നയിച്ച ബഹുമാനായ യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ പ്രിയപ്പെട്ട സജീഷ് കുമാർ മണലിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. വളരെ കൃത്യമായ കോർഡിനേഷനിലൂടെ, കൃത്യമായ പോസ്റ്ററുകളിലൂടെ ഇത് സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ ഞങ്ങളുടെ ബഹുമാനായ യൂത്ത് മൂവ്മെന്റ് കോട്ടയം യൂണിയൻ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ലിനീഷ് ടി ആക്കളത്തിനുള്ള നന്ദി യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സമിതിക്ക് വേണ്ടി അർപ്പിക്കുന്നു. വളരെ വൈബ്രന്റായി ഇന്ന് രാവിലെ മുതൽ 6-7 തവണ ഓരോ ശാഖകളിലും വിളിക്കുകയും കൃത്യമായി കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി ഇത് സംഘടിപ്പിച്ച, നമ്മൾ കൃത്യമായി ആവശ്യപ്പെടാത്ത പോലും എല്ലാ ഇത് ഒരു പോർട്ടബിൾ മൈക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കൃത്യമായി ഇത് കോർഡിനേറ്റ് ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സെക്രട്ടറി സനോജ് ജോനകപുരത്തിനുള്ള നന്ദി യൂണിയൻ സമിതിക്ക് വേണ്ടി അർപ്പിക്കുന്നു. കൃത്യമായി എല്ലാവരെയും വിളിക്കുവാൻ പോലും സാധിച്ചിട്ടില്ല. വാട്സപ്പ് മെസ്സേജുകളിലൂടെ ആണെങ്കിൽ പോലും ഇത് അറിഞ്ഞുകൊണ്ട് എത്തിച്ചേർന്ന വനിതാ സംഘത്തിന്റെ പ്രവർത്തകര്, എംപ്ലോയീസ് യൂണിയന്റെ പ്രവർത്തകര്, അതുകൂടാതെ കോട്ടയം യൂണിയന്റെ വിവിധ സൈബർ സേനയുടെ വിവിധരായ പ്രവർത്തകര്, ജിനോ ഷാജി അടക്കമുള്ള ഞങ്ങളുടെ യൂത്ത് മൂവ്മെന്റിന്റെ തന്നെ ഭാഗമായുള്ള വിവിധ പ്രവർത്തകര്, SNDP യോഗം കോട്ടയം യൂണിയന്റെ 10 മേഖലകളിലെ മേഖലാ സമിതിയുടെ ഭാരവാഹികൾ, വിവിധ ശാഖയുള്ള ഭാരവാഹികൾ, ഇവിടെ കൂടിയിരിക്കുന്ന പലരും ഞങ്ങൾ പേഴ്സണലി വിളിച്ചിട്ട് പോലുമില്ല. ഈ വിവരം അറിഞ്ഞുകൊണ്ട് പ്രസ്ഥാനത്തോടുള്ള കൂടി നിലനിർത്തിക്കൊണ്ട് ഓടിയെത്തി ഇതൊരു വൻ വിജയമാക്കിയ മുഴുവൻ പ്രവർത്തകരോടുമുള്ള യൂത്ത് മൂവ്മെന്റ് കോട്ടയം യൂണിയൻ സമിതിയുടെ അഗേതമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. SNDP യോഗം വിജയിക്കട്ടെ.